നമസ്തേ. പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഞാൻ ശിവൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് ഐസറുകൾ 7 ഐസർ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കട്ട, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, കൊൽക്കട്ട. ഐസർ സ്ഥാപനങ്ങളിലെ പ്രവേശനം മെഡിക്കലും എഞ്ചിനീയറിങ്ങിനും ഒക്കെ അപ്പുറം ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും അധികം പ്രിയങ്കരമാണ് ഐസർ സ്ഥാപനങ്ങളിലെ ഒരു പ്രവേശനം. ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആപ്റ്റിറ്റ്യൂഡ് വിഷയങ്ങളിൽ ഡ്യുവൽ ഡിഗ്രി, ഒരു മേജർ സബ്ജക്റ്റും ഒരു മൈനർ സബ്ജക്റ്റും ഡ്യുവൽ ഡിഗ്രി എടുക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതകളാണ് ഈ 7 ഐസർ സ്ഥാപനങ്ങൾ നമുക്ക് നൽകുന്നത്. +2 ശേഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വർഷമോ തൊട്ടടുത്ത വർഷമോ 2 അവസരങ്ങളിലൂടെ മാത്രമേ ഐസർ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. വിവിധ ചാനലുകളിലൂടെ എൻട്രിങ് ഉണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക്, KVPയുടെ SA1 റാങ്ക് ഒക്കെ അനുസരിച്ച് ഐസർ സ്ഥാപനങ്ങളിൽ നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കും. സയൻസ് ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളുടെ പഠനവും ഉപരിപഠനവും ഗവേഷണവും ഇതൊക്കെയാണ് ഐസർ സ്ഥാപനങ്ങളെ ഇത്രയധികം അക്കാഡമിക് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ആകർഷിക്കാനുള്ള സാഹചര്യങ്ങൾ. നമുക്ക് ഇന്ന് ഈ വർഷത്തെ 2023-24 അധ്യയന വർഷത്തിലേക്ക് ഐസർ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് നോക്കാം, ഈ 7 ഐസർ സ്ഥാപനങ്ങളിലെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 75% സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയുടെ 60 ചോദ്യങ്ങൾ, 15x4 60 ചോദ്യങ്ങൾക്ക് ഉത്തരം ജൂൺ 17 ഓൺലൈനായിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നതിലൂടെ ലഭിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ICER-admissions.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയത് സയൻസ് വിഷയങ്ങളുടെ പഠനത്തിലൂടെ എങ്ങനെ ഈ വിഷയങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം സമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഐസർ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് അക്കാഡമിക് ലെവലിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന സ്റ്റുഡൻസിനെ ലഭിച്ചതോടുകൂടി അവരിൽ ഈ പ്രോഗ്രാമിൻ്റെ എഫക്റ്റിലൂടെ ഏകദേശം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്വപ്നത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ അവർക്കാകുകയും ചെയ്തു. ഈ സയൻസ് വിഷയങ്ങളുടെ പഠനവും ഗവേഷണവും റിസർച്ചും സയൻറ്റിസ്റ്റും ഒക്കെ ആകാനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള IISc ബാംഗ്ലൂർ പോലെ തന്നെ മറ്റൊരു സാധ്യതയാണ് ഐസറുകൾ. ഈ ഐസർ ജൂൺ 17 നടക്കുന്ന ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൽ നിന്ന് ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ ആദ്യത്തെ 150 റാങ്ക് പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സ്ഥാപനമാണ് IISc ബാംഗ്ലൂരിൽ. അവിടെയും 4 ഇയർ BS പ്രോഗ്രാമുകൾക്ക് നമുക്ക് പ്രവേശനം നേടണമെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ച് നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കുമെന്നുള്ള പ്രത്യേകതയും ഈ വർഷമുണ്ട്. അപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഐസറുകളുടെ പ്രവേശനവും IISc ബാംഗ്ലൂരിൻ്റെ പ്രവേശനവും ഈ വർഷം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. 4 ഇയർ BS പ്രോഗ്രാമുകളും 5 ഇയർ BS/MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകളും ഐസറുകളിലുണ്ട്. ഐസർ ഭോപ്പാലിൽ മാത്രമാണ് 4 ഇയർ BS പ്രോഗ്രാമുകളുള്ളത്. ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും, തിരുപ്പതി വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ, 2 ഡിഗ്രി പ്രോഗ്രാമുകളുടെ അഡ്മിഷനാണ് നമുക്ക് ഐസറുകളിൽ ലഭ്യമാകുന്നത്. ഐസർ സ്ഥാപനങ്ങളിലൂടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോ JEE അഡ്വാൻസ്ഡ് വഴിയോ KVPY SA1 റാങ്ക് അനുസരിച്ചോ നമുക്ക് ഐസറുകൾ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുകയാണ് എങ്കിൽ ആദ്യത്തെ 4 സെമസ്റ്ററുകളിലും നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുകയും അവസാനം 3-4 വർഷങ്ങളിലായിരിക്കും ഒരു മേജർ സബ്ജക്റ്റും ഒരു മൈനർ സബ്ജക്റ്റിലും നമുക്ക് കിട്ടുകയും 5ാമത്തെ വർഷം മേജർ സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് റിസർച്ച് ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഈ 5 ഇയർ BSMS പ്രോഗ്രാം അല്ലെ 4 ഇയർ BSMS പ്രോഗ്രാമുകൾ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഓഫർ ചെയ്യുന്നുള്ളത്? ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, എക്കണോമിക് സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ്, ജിയോളജിക്കൽ സയൻസ്, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി സയൻസസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്. ഈ വിഷയങ്ങളിലായിരിക്കും നമുക്ക് 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും ഒരു ഡ്യുവൽ ഡിഗ്രിയിലും ഒരു മേജർ സബ്ജക്റ്റിലും ഒരു മൈനർ സബ്ജക്റ്റിലും നമുക്ക് ഐസർ സ്ഥാപനങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടുള്ള ഈ 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലൂടെ അല്ലെ 4 ഇയർ BS പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഐസറുകളിൽ ഈ 7 ഐസറുകളിൽ നമുക്ക് പ്രവേശനം നേടണമെങ്കിൽ കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന 2022 നിർത്തിവെച്ച KVPY ഇപ്പോൾ ഇല്ല. 2021 KVPY ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഇയറിൽ SA1 റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസർ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും.
JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ച് ജൂൺ 4 നടക്കുന്ന IIT എക്സാമിൻ്റെ IIT അഡ്വാൻസ്ഡ് JEE അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷ അനുസരിച്ച് ഐസർ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും. കൂടാതെയാണ് ജൂൺ 17 നടക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ഐസർ സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം അടക്കമുള്ള ഐസറുകളിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള എല്ലാ റിസർവേഷൻ പോളിസികളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഐസർ സ്ഥാപനങ്ങളിലെയും പ്രവേശനം. SC റിസർവേഷൻ, ST റിസർവേഷൻ, തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. OBC നോൺ ക്രിമിലെയർ, സെൻട്രൽ ലിസ്റ്റിനകത്ത് OBC ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ OBC റിസർവേഷൻ ലഭിക്കും. അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, തഹസീൽദാരിൽ നിന്നുള്ള നമുക്ക് വീടിന് ആകെ ഹൗസ് പ്ലോട്ട് 4 സെൻറ്റും വീടിനകത്തെ സ്ഥലം 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയും ആകെ നമുക്ക് 8 ലക്ഷത്തിൽ താഴെ വരുമാനവും 5 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുമുള്ള തഹസീൽദാരിൽ നിന്ന് EW സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ആ റിസർവേഷനും ഐസർ സ്ഥാപനങ്ങളിൽ ബാധകമാണ്. PWD റിസർവേഷൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഓരോ കാറ്റഗറിയിലും അതാത് വിഭാഗത്തിൽ വീണ്ടും 5% PWD വിഭാഗത്തിന് റിസർവേഷനുകളും അനുവദിച്ചിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് ആകണം എന്നാണ് നിങ്ങളുടെ മോഹമെങ്കിൽ ഈ റിസർവേഷനൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയോ JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വഴിയോ നമുക്ക് ഐസർ സ്ഥാപനങ്ങളിൽ ഈ 5 ഇയർ പ്രോഗ്രാമിന് ചേരാനായിട്ട് സാധിക്കും. OCI കാർഡ് ഹോൾഡേഴ്സിനെയും PIO കാർഡ് ഹോൾഡേഴ്സിനെയും ഒക്കെ ഫോറിൻ നാഷണൽസ് ആയിട്ട് മാത്രമേ പരിഗണിക്കാവൂ എന്നുള്ള മുൻപുള്ള സുപ്രീം കോടതി വിധി ഈ 2021 ഫെബ്രുവരിയിൽ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഇപ്പോൾ OCI കാർഡ് ഹോൾഡറോ PIO കാർഡ് ഹോൾഡറോ ആണെങ്കിലും ഇന്ത്യൻ നാഷണൽസ് ആയിട്ട് പരിഗണിക്കും. അവർക്കും ഐസർ സ്ഥാപനങ്ങളിൽ ഈ 3 ചാനൽ വഴിയുമുള്ള പ്രവേശനം ലഭ്യമാണ്. ഓരോ റിസർവേഷനും വേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ്, EW സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രിമിലെയർ, SC ST PWD വിഭാഗം, അങ്ങനെ ഓരോ വിഭാഗത്തിനും നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. പ്രവേശന സമയത്ത് ഓൺലൈനായിട്ട് നടക്കുന്ന അലോട്ട്മെൻറ്റിന് ശേഷം കോളേജുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നമ്മളവിടെ കൊടുക്കുകയും വേണം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ജൂൺ 17 നടക്കുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ട് ഏപ്രിൽ 15 മുതൽ മെയ് 25 വരെയാണ് ഐസർ admissions.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗം, ഈ OBC വിഭാഗം, EWS വിഭാഗത്തിന് 2000 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. ഇത് നമുക്ക് പല ചാനലിൽ കൂടി അപ്ലൈ ചെയ്യാം. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ JEE മെയിൻ, JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ചും ചെയ്യാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുകയും ചെയ്യാം. 2 ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് 2 ആയിട്ട് അടയ്ക്കണം. 2000 രൂപയായിരിക്കും ജനറൽ വിഭാഗത്തിനും OBC EWS വിഭാഗത്തിനും ഫീസ് 1000 രൂപയായിരിക്കും SC ST വിഭാഗത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ വഴി നമ്മൾ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഏതാണ്ട് 6ഓളം ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിലൂടെയാണ് വിവിധ ഐസർ സ്ഥാപനങ്ങളിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. അങ്ങനെ ഐസറുകളിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഏത് അലോട്ട്മെൻറ്റിലാണോ ആദ്യമായി ഒരു ഐസർ സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുന്നത് 35,000 രൂപയായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. നമുക്ക് 4 റൗണ്ടിനൊക്കെ ശേഷം റീഫണ്ട് ചെയ്യാനുള്ള പോളിസി ഉണ്ട്. ആ റീഫണ്ട് പോളിസിക്ക് അനുസരിച്ച് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ 25,000 നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടും. റീഫണ്ട് പോളിസി കഴിഞ്ഞാൽ 4 റൗണ്ടുകൾ കഴിഞ്ഞാൽ നമുക്ക് 35,000 റുപ്പീസും നഷ്ടപ്പെടുകയും ചെയ്യും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ വർഷം ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾ സർട്ടിഫിക്കറ്റ് ആയിട്ടില്ലല്ലോ, മാർക്ക് ലിസ്റ്റ് ആയിട്ടില്ല, അവർ അനക്ഷറിൽ കിടക്കുന്ന ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്താൽ മതിയാകും. OBC EWS വിഭാഗമൊക്കെ ഈ 2021 ഏപ്രിൽ 1 ശേഷം എടുത്ത OBC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EW സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്ലോഡ് ചെയ്യാനായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ടാവണം. 200 കിലോബൈറ്റ്സ് താഴെയുള്ള JPEG ഫോർമാറ്റിലാണ് ഫോട്ടോയും സിഗ്നേച്ചറും വേണ്ടത്. വാലിഡ് ID പ്രൂഫ് ഉണ്ടായിരിക്കണം. 200 കിലോബൈറ്റ്സ് താഴെയുള്ളതായിരിക്കണം. ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും 200 കിലോബൈറ്റ്സ് മുതൽ 1 MB വരെയുള്ള PDF ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഈ 3 ചാനലുകളിലൂടെയും ഈ 5 ഇയർ BSMS പ്രോഗ്രാമിനും അല്ലെങ്കിൽ 4 ഇയർ പ്രോഗ്രാമിനുമുള്ള സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ബരാംപൂരിൽ 200 സീറ്റ്, ഭോപ്പാലിൽ 240 സീറ്റ്, കൊൽക്കട്ടയിൽ 250, മൊഹാലി 250, പൂനെ 288, തിരുപ്പതി 200, തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് 320 സീറ്റ്. മൊത്തം 1748 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും JEE അഡ്വാൻസ്ഡ് വഴിയും KVP SA1 വഴിയും അപേക്ഷിക്കുന്നത്.
4 ഇയർ BS പ്രോഗ്രാമിന് 60-30 മൊത്തം സീറ്റ് നമുക്കുള്ളത് 90 സീറ്റ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് സയൻസിലോ അല്ലെങ്കിൽ എക്കണോമിക് സയൻസിലോ നിങ്ങൾക്ക് ഐസർ ഭോപ്പാലിൽ 4 ഇയർ പഠിക്കണമെങ്കിൽ മൊത്തം 90 സീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വിവിധ ചാനലുകൾ വഴി എൻ്റർ ചെയ്യേണ്ടതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏപ്രിൽ 15 മുതൽ മെയ് 25 വരെ അപ്ലൈ ചെയ്യാം. KVPY SA1 അനുസരിച്ചും ഏപ്രിൽ 15 മുതൽ മെയ് 25 വരെ അപ്ലൈ ചെയ്യാം. JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ഏതാണ്ട് ജൂൺ 25 വരികയുള്ളൂ. ജൂൺ 25-നും ജൂൺ 30-നും ഇടയ്ക്ക് JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ച് നമുക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മെയ് 25-ന് ശേഷം എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 7 ഐസർ സ്ഥാപനങ്ങളുടെയും പ്രിഫറൻസ് ഓർഡർ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഈ 7 ഐസർ സ്ഥാപനങ്ങളിൽ 1-2 ഐസറിൽ മാത്രമേ ചേരാൻ താല്പര്യമുള്ളെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അങ്ങനെ നമ്മൾ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്ന ഉൾപ്പെടെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മെയ് 28 മുതൽ മെയ് 29 സമയം വരെ നമുക്കത് തിരുത്താവുന്നതാണ്. ജൂൺ 10-ന് ഹോൾ ടിക്കറ്റ് കിട്ടുകയും ജൂൺ 17-ാം തീയതി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുകയും ചെയ്യും. ജൂലൈ 3-ാം തീയതി ആയിരിക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഐസർ സ്ഥാപനങ്ങളിൽ ഏത് ഐസറുകളിലാണ് നമുക്ക് അഡ്മിഷൻ വേണ്ടതെന്നുള്ളത് അറിയിക്കാമെങ്കിലും റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും പ്രിഫറൻസ് ഓർഡർ ചേഞ്ച് ചെയ്യാൻ അവസരമുണ്ട്. ജൂലൈ 4 മുതൽ ജൂലൈ 7 വരെ. ഫസ്റ്റ് റൗണ്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഓരോ അലോട്ട്മെൻറ്റ് നമുക്ക് മാറ്റാനാവില്ല. ഓരോ റൗണ്ടിനനുസരിച്ച് പിന്നെ അലോട്ട്മെൻറ്റുകൾ മാത്രമേ വരികയുള്ളൂ. ആദ്യത്തെ അലോട്ട്മെൻറ്റ് ജൂലൈ 15-ാം തീയതി ഓൺലൈനായി isar.admission.in എന്ന വെബ്സൈറ്റ് വഴി നടക്കും. ജൂൺ 17-ാം തീയതി നടക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടി മെയ് 25 വരെ നമുക്ക് ഈ സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഫോട്ടോയ്, പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ, വാലിഡ് ID പ്രൂഫ്, OBC EWC ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോമോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോട്ടോ, സിഗ്നേച്ചർ, വാലിഡ് ID പ്രൂഫ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. കാൻഡിഡേറ്റിൻ്റെ പേര് ആസ് പെർ ക്ലാസ് 10 or 12 സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ, അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകും. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഐസർ സ്ഥാപനങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നൽകിക്കൊണ്ട് ഫോട്ടോയും സിഗ്നേച്ചറും 10th സർട്ടിഫിക്കറ്റും 12th സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം 2000 രൂപ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസാണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് വഴിയോ ചെയ്ത് നമുക്ക് മെയ് 25-നുള്ളിൽ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ, അതായത് എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ ഡിഗ്രിയോ ഏത് മേഖല വേണമെന്നുള്ള നിങ്ങളുടെ ആശങ്കയ്ക്കിടയിൽ സയൻസ് പഠനവും അതിൻ്റെ ഉപരിപഠനവും റിസർച്ചുമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഈ 7 ഐസർ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ച് നമുക്ക് കിട്ടുന്ന IIC ബാംഗ്ലൂരിലെ പഠനവും. ഇതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.